ഹേ റാം ഹേ റാം ഹേ റാം. ഹായ്, കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരമെന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി കുട്ടിത്തോക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയാ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ഇപ്പൊ കണ്ട് സമ്മതിച്ച്. നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ല. എനിക്ക് വേണ്ടി ഞാൻ പറ്റിയ പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ, മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ, ഉണ്ടംപുരിയാ. ആ, ഉണ്ടംപുരി ഉണ്ടംപുരി. അയ്യോ, ബോംബ്. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും. ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് 2 കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയിന്ന് ഒരു പിടിയില്ല. അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്തെത്തി കാണും. ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ണ് 2 മൂടി കെട്ടിട്ട പവർ കെട്ടുന്നു. ഓ, അത് ഞാൻ മറന്നു. വാ, ഇറങ്ങാശാനെ. അപ്പൊ ആശാനാണ് ഇത്രയേറെ വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു ബലേ. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട, എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. എന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അമ്പുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്ന? ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ, എടുക്ക്, പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്ന കേക്കും. രത്നമ്മ തന്നെ പറ, ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ്സിന് പിടിവിട്ട് പെട്ടിയുണ്ടാത്തോക്കടാ. കുറെ നേരമല്ലേ നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്? രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുതട്ടാ. എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്?
എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. ഞാൻ അവിടെ നിൽക്കാം. ഗൗതം, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ലേ, രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അയ്യോ ഭൂമികെ, സംസാരിച്ച മതി. അതിലേക്ക് സംസാരിക്കണം. എന്താ ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവരുടെ കണ്ണിപ്പിടാൻ ഓടി വെച്ചോളാം. വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോറോത്ത് മുറ്റത്ത് നിനക്കൊരു കല്യാണപ്പന്തൽ ഉയരില്ല. അതെന്റെ വാശിയാ. ഇവനാണ് ആ ഡോക്ടർ. വിട്ടേക്ക്, ഇപ്പൊ വേണ്ട. വാടാ. അപ്പൊ ഇതായിരുന്നു നിന്റെ ട്രാൻസ്ഫറിന്റെ രഹസ്യം. അമ്മയും മകനും ചേർന്ന് അത് എന്നിൽ നിന്ന് ഒളിപ്പിക്കുമായിരുന്നല്ലേ? രണ്ടും സിംഹത്തിന്റെ മടയിൽ കിടന്ന് മണ്ണപ്പം ചുട്ട് കളിക്കല്ലേ? സ്നേഹമുള്ളതുകൊണ്ട് പറയുക, ഇതൊരു തീക്കളിയാ. സാർ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്നതാ നല്ലത്. ഞാൻ കൈവടിഞ്ഞാൽ ആ നിമിഷം അവൾ സ്വയം ജീവനൊടുക്കും. പക്ഷെ ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്നറിയോ? ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച്, മരണമാണെങ്കിൽ അതും. അത്രേ ഞങ്ങൾക്കറിയൂ. പക്ഷേ ഒരപേക്ഷയുണ്ട്. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. ഇങ്ങോട്ട് അടുക്കരുത്. പിടിവിടാൻ, പിടിവിടാൻ. നീ ഇങ്ങെത്തിയല്ലേ? കീഴടങ്ങുന്ന നല്ലത്. ഞാനാ പറയുന്നത് കീഴടങ്ങാൻ.
നിന്നെ പിടികൂടി നിയമം നടപ്പിലാക്കിയാലേ അനന്തം പോലീസിന് കുപ്പായ കഴിക്കാൻ പറ്റൂ. മര്യാദയ്ക്ക് കീഴടങ്ങുന്ന നല്ലത്. അവിടെ നിൽക്കാൻ. നിന്റെ അച്ഛനാ പറയുന്നത്. ഓടരുത്. എടോ പ്രഭുദേവേ, നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? എന്തോന്ന്? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. വൃത്തികെട്ടവൻ. കുറുക്കന്റെ കണ്ണ് അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല. അങ്ങനെ ഇപ്പൊ താനും സൂഹിക്കണ്ട. അത് കൊള്ളാം. ചേട്ടാ, എന്താ കാണാൻ വന്നതാ. അപ്പൊ നീയും കണ്ടോ? കണ്ടു. ഇരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെടിമരുന്ന് കുത്തി നിറച്ച 4 അമിട്ടുകുറ്റികളാ ഇവിടെ ഉള്ളത്. തീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. നിക്ക് ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോന്ന്? കേൾക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാവിലെ തെയ്യത്തിനെന്ന് രാത്രി വീട്ടിൽ വരണം. അത്താഴം ഒരുക്കി ഞാൻ കാത്തിരിക്കും. വരുമ്പോഴേ വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം. മറക്കരുത് കേട്ടോ. വരാം. തെയ്യത്തിനെന്ന് രാത്രി മറക്കാതെ വരാം. വളയും ചാന്തും ഞാൻ മറക്കാതെ കൊണ്ടുവരാം. ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ കൂടി വരിക. അന്നത്തെ സംഭവത്തിന് ശേഷം ആയിഷയുടെ വീട്ടിൽ പോകുന്നത് പോലും വിലക്കിയിരിക്കാം. ഇപ്പൊ ഹരീന്ദ്രന്റെ മട്ടുംഭാവൊക്കെ മാറി. നേരിൽ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഒരാഴ്ചയുള്ള രക്തസാക്ഷി ദിനത്തിന്. അതിനു മുൻപ് എന്നെ രക്ഷിക്കോ? കൊണ്ടുപോകും, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. അവിടെ എന്തോ നമ്പ്യാർ സാർ വന്നേ. നമ്പ്യാർ സാർ വന്നേ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നമ്പ്യാർ സാറിന്റെ അഭിവാദ്യങ്ങൾ. സാറൊരു മുന്നറിയിപ്പില്ലാതെ എന്തായാലും എന്റെ വരവൊരു സർപ്രൈസ് ആയില്ലേ. ഇക്കുറി രക്തസാക്ഷി ദിനത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇവരുടെ കല്യാണത്തിന് സാറുണ്ടാവില്ലേ? എന്ത് ചെയ്യാനാ, എക്സിക്യൂട്ടീവ് മീറ്റിംഗാ. തനിക്കറിയാവുന്നല്ലേ. ഈ തറവാട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും ഒരു കാരണവരുടെ സ്ഥാനത്തൊന്നും നടത്തി തരാറുള്ളത് സാറല്ലേ. അപ്പൊ ഇത് മാത്രം ഞാനില്ലെങ്കിലും എന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരിക്കും. അയ്യോ അത് പോരാ, ഞാനൊരു കാര്യം തീരുമാനിക്കുക. പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മോതിരമാറ്റം സാറ് നടത്തി തരണം. അതെ, തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തെയ്യം കഴിഞ്ഞ് മറ്റന്ന് ഇവരുടെ മോതിരമാറ്റം. മോളെ, ദീപം സാക്ഷിയായി ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചോടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്കുണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സമുദായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ ഡോക്ടർ, എന്താ? ഭൂമിക സമ്മതിച്ചതാ. ഞാൻ പോട്ടെ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കണിച്ചുകുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും.